ആഫ്രിക്കയിലെ സംബേസി റിവറിനടുത്തായി ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ന്യാമി എന്നൊരു സ്ത്രീ ജീവിച്ചിരുന്നു. അവരുടെ അപാരമായ അറിവും രോഗികളെ ചികിത്സിക്കുവാനുള്ള കഴിവും പിന്നെ ആ നാടുമായുള്ള അഭേദ്യമായ ബന്ധവും കാരണം അവർ ആ നാട്ടിലെ അമ്മയായാണ് കാണപ്പെട്ടിരുന്നത്. അവർ വനത്തിൽ നിന്നും ഔഷധങ്ങൾ ശേഖരിക്കുകയും അത് വെച്ച് സുഖമില്ലാത്തവർക്ക് മരുന്നുകൾ ഉണ്ടാക്കി കൊടുക്കുകയും പിന്നെ അവിടുത്തെ കുട്ടികളെ കാടിൻ്റെയും പുഴയുടെയും ഒക്കെ കഥകൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അവിടുത്തെ നദിയെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും ആ കാടിനെക്കുറിച്ചുമെല്ലാം ആഴത്തിൽ അറിഞ്ഞിരുന്ന അവരെ ആളുകൾ വളരെ ബഹുമാനപൂർവ്വമാണ് നോക്കിക്കണ്ടിരുന്നത്. അങ്ങനെ ഒരു വർഷകാലമായിട്ടും മഴയെത്തിയില്ല. മഴയെത്താതെ നദികൾ വറ്റി വരണ്ടു. ഒരിക്കൽ നിറഞ്ഞു കവിഞ്ഞൊഴുകിയിരുന്ന സംബേസി നദി വറ്റി വരണ്ട് അതിലെ മത്സ്യസമ്പത്തൊക്കെ ഇല്ലാതെയായി. കൃഷിയിടങ്ങളിൽ വിളകളൊക്കെ ഉണങ്ങിപ്പോയി. ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഇതുതന്നെയാണ് അവസ്ഥ. ആളുകൾ പറഞ്ഞു, നദീതീര ചൈതന്യമായ ന്യാമി ഒരു മഹാസർപ്പത്തിൻ്റെ രൂപമെടുത്ത് തങ്ങളെ ശിക്ഷിക്കുകയാണെന്ന്. ന്യാമി എന്നത് അവരുടെ സങ്കല്പമാണ്. നദിയുടെ ആത്മാവിനെ ഒരു വലിയ സർപ്പമായിട്ടാണ് ആ നാട്ടുകാർ കണ്ടിരുന്നത്. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ മുതിർന്ന ആളുകൾ യോഗം ചേർന്നു. പക്ഷേ ഭയം കാരണം അവർക്കാർക്കും ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല. ഭൂമിയോളം തന്നെ പഴക്കമുള്ളതും ഇടിമിന്നൽ പോലെ ശക്തമായതുമാണ് ആ ന്യാമി എന്ന മഹാസർപ്പം. അതിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ന്യാമിയുടെ ഹൃദയത്തിൽ അതിനെ എങ്ങനെയെങ്കിലും നേരിടണമെന്നും നദിയുടെ ആത്മാവായ ന്യാമിയോട് ക്ഷമ ചോദിച്ച് എങ്ങനെയെങ്കിലും നദിയെ പുനരുജ്ജീവിപ്പിക്കണമെന്നും ന്യാമി ആഗ്രഹിച്ചു. കാരണം ഈ നില തുടർന്നാൽ ഇനിയും ഗ്രാമത്തിലെ ആളുകൾ മരിച്ചു വീഴും, അത് തീർച്ചയാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ ന്യാമി തൻ്റെ കയ്യിലുള്ള വളരെ വിശിഷ്ടമായ സസ്യങ്ങൾ ഒരു സഞ്ചിയിലാക്കിയെടുത്തു. പിന്നെ തൻ്റെ വാക്കിംഗ് സ്റ്റിക്കും പിന്നെ ഒരു ചെറിയ ചെണ്ടയും. ആ ചെണ്ട എന്തിനാണെന്ന് വെച്ചാൽ ആത്മാക്കളെ സന്തോഷിപ്പിക്കുവാനായി കൊട്ടാനുള്ളതാണ്. ഇതൊക്കെയായി മുമ്പ് നദി ഒഴുകിയിരുന്ന പാതയിലൂടെ നടക്കാൻ തുടങ്ങി. ഗ്രാമവാസികളെല്ലാം ആ സമയം ഉറക്കമായിരുന്നു. അവൾ അങ്ങനെ ആ നടത്തം 3 ദിവസം നടന്നു. നടക്കുമ്പോൾ അവൾ ചെറിയ സ്വരത്തിൽ നല്ല ഈണത്തിൽ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നു. നദിയുടെ ആത്മാവായ ന്യാമിയെ വിളിക്കുന്ന പാട്ടുകളായിരുന്നു അത്. അവളുടെ ശബ്ദം തിരമാലകൾ പോലെ പൊങ്ങിയും താണും അലയടിച്ചു. ന്യാമിയെ കണ്ടുമുട്ടുവാൻ വേണ്ടി അവൾ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയും ചെളി നിറഞ്ഞ തടാകങ്ങളിലൂടെയും നടന്നു. രാത്രികാലങ്ങളിൽ നക്ഷത്രങ്ങൾക്കു താഴെ കാടിനുള്ളിൽ അവൾ താമസിച്ചു. അങ്ങനെ 4-ാമത്തെ ദിവസം ന്യാമി ആ നദി ഉത്ഭവിക്കുന്ന സ്ഥലത്തെത്തി. അവിടെ വിശിഷ്ടമായ ഒരു കുളമുണ്ട്. അതിന് വളരെ ആഴവുമുണ്ട്. അവിടെയാണ് ന്യാമിയുടെ ആത്മാവ് ഉറങ്ങുന്നതെന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. ന്യാമി തൻ്റെ മുത്തശ്ശി പഠിപ്പിച്ചു തന്ന വാഴ്ത്തുപാട്ടുകൾ അവിടെ നിന്നും ആലപിച്ചു, തൻ്റെ കയ്യിലിരിക്കുന്ന ചെണ്ടയും പൊട്ടിക്കൊണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ അന്തരീക്ഷത്തിന് ആകെ ഒരു മാറ്റം. നദിയുടെ ആത്മാവായ ആ മഹാസർപ്പം ഉണർന്നതുപോലെ അവൾക്ക് തോന്നി. അവൾ നിന്നതിനടുത്തായി ആദ്യം ചെറിയ രീതിയിൽ വെള്ളം വരാൻ തുടങ്ങി. പിന്നെ നല്ല ശക്തിയോടുകൂടി അവിടെ അലയടിക്കുന്ന രീതിയിൽ ആ വെള്ളം അവിടെ നിറഞ്ഞു കവിഞ്ഞു. അപ്പോഴതാ നദിയിൽ നിന്നും ഉയർന്നു വരുന്നു ആ മഹാസർപ്പം. സംബേസി നദിയുടെ ആത്മാവെന്ന് വിളിക്കപ്പെടുന്ന ന്യാമി എന്ന ആ മഹാസർപ്പം. സൂര്യവെളിച്ചത്തിൽ കറുത്ത വജ്രങ്ങൾ പോലെ തിളങ്ങുന്ന ചെതുമ്പലുകളുള്ളതായിരുന്നു ആ പാമ്പ്. ആ ഭീമാകാരമായ പാമ്പിനെ കണ്ടതും ന്യാമിക്ക് ഉള്ളിലൊരു ഭയം തോന്നി. എങ്കിലും അവൾ അതിനു മുമ്പിൽ നിന്നും ചെണ്ട കൊട്ടി പാട്ട് പാടിക്കൊണ്ടിരുന്നു, തൻ്റെ ശിരസ് ഉയർത്താതെ തന്നെ. അതിപുരാതനമായ ജ്ഞാനത്തിൻ്റെ കലവറകളായ കണ്ണുകൾ കൊണ്ട് ആ പാമ്പ് അവളെ ഉറ്റുനോക്കി. മകളെ, പറയൂ, നീ എന്തിനാണ് വന്നത്? തൻ്റെ ഇടിമുഴക്കം പോലത്തെ ശബ്ദത്തിൽ ആ പാമ്പ് അവളോട് ചോദിച്ചു. ന്യാമി പറഞ്ഞു, ഞാൻ എൻ്റെ ആളുകൾക്ക് വേണ്ടിയാണ് വന്നത്. സംബേസി നദി വറ്റി വരണ്ട്
ആർക്കും ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയാണ്. ഞങ്ങളോട് കനിയണം. നദി വീണ്ടും പഴയതുപോലെ ഒന്നാക്കി തരണം. മഹാസർപ്പ് അതിൻ്റെ കണ്ണുകൾ ചിമ്മി. എന്നിട്ട് അവളെ നോക്കി പറഞ്ഞു, ആളുകൾ വളരെ അഹങ്കാരികളായി മാറിയിരിക്കുന്നു. അവർ നദിയിലെ വെള്ളം തീരുവോളം അതിൽ നിന്നും മീൻ പിടിക്കും. ആവശ്യത്തിൽ കൂടുതൽ എല്ലാം അവർ എടുക്കുന്നു. നദി എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, അത് എല്ലാ ജീവജാലങ്ങൾക്കും കൂടിയുള്ള ഒരു അനുഗ്രഹമാണ്. അതവർ മറന്നുപോയി. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊരു ശിക്ഷ കൊടുത്തത്. മഹാസർപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ ന്യാമിന്യാമിക്ക് മനസ്സിലായി. അവർ ശിരസ് താഴ്ത്തി തന്നെ നിന്നു. ആളുകൾക്ക് ഇപ്പോൾ പഴയതുപോലെ ബഹുമാനവും നന്ദിയുമൊന്നുമില്ല. അതൊക്കെ ഇപ്പോൾ അന്യം നിന്ന് വരികയാണ്. അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാം. അവരോട് നന്ദിയുള്ളവരായി ജീവിക്കാൻ ഞാൻ പറയാം. എനിക്ക് ജീവനുള്ള കാലത്തോളം സമ്പേസി നദിയെ ഞാൻ സംരക്ഷിക്കാം എന്നവൾ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞ ഉടനെ മഹാസർപ്പം നദിയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോയി. ന്യാമിന്യാമി തിരിച്ച്